കൂരിയാട് അപകടത്തിന് പിന്നാലെ ദേശീയപാത നിർമ്മാണം ഇത്തരത്തിൽ പ്രദേശത്തെ വീടുകൾക്ക് കൂടി ആശങ്കയാകുന്ന ഒരു സാഹചര്യമുണ്ടെന്ന വാർത്തയാണ് വരുന്നത്. അതായത് ഇത് ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്നതിൻ്റെ താഴെയായി നമുക്ക് ഈ ഡ്രെയിനേജ് നിർമ്മാണം കാണാം. ഈ ഡ്രെയിനേജ് വഴി വെള്ളം ഒഴുകി വരുന്നത് ഈ വീട്ടുമുറ്റത്തേക്കാണ്. നേരത്തെ തന്നെ പലതവണ പരാതി പറഞ്ഞതാണ്, അതിനൊരു പരിഹാരമുണ്ടായില്ല. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ കൂടി പരാതിയുമായി അധികൃതരുടെ മുന്നിലേക്ക് വരികയാണ് വീട്ടുകാർ. ഇപ്പോൾ വീട്ടുടമയായ ഷെരീഫയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നേരത്തെ തന്നെ പരാതി പലതവണ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ കൂടി നേരത്തെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിന്റെ പണി തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതൊക്കെ. അന്ന് അവരത് കേട്ടില്ല. അവരാണ് ആദ്യം നിലവിലുള്ള ഇത് ഓകുപാലം ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഇടാൻ പറ്റുള്ളൂ പറഞ്ഞു. അത് ഫസ്റ്റ് മഴയ്ക്ക് തന്നെ അവിടെ മതിൽ പൊട്ടി വെള്ളം വന്ന് ഞങ്ങളെ മുറ്റും എല്ലാം കേടന്നേന്. വീടിനൊക്കെ നാശനഷ്ടങ്ങൾ വന്ന് ഞങ്ങൾ ഓരോ ഭാഗങ്ങളും നന്നാക്കി കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴും മതിലിൻ്റെ മേലെ വരൽ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ മതിലിനൊന്ന് പൊന്തിച്ച് നോക്കി, എന്നാലും മേലെ വെള്ളം വരികയാണ്. അത്രക്കും വെള്ളത്തിൻ്റെ ശക്തി വരും. നല്ല മഴയുള്ള സമയത്ത് വെള്ളത്തിന് അത്ര ശക്തിയിലാണ് വെള്ളം വരുന്നത്. മഴ കനക്കുമ്പോഴത്തേക്ക് ആശങ്കയുണ്ട്. മഴ വരാറുണ്ട്. ഇപ്പം എനിക്ക് പേടിയാണ്, പ്രത്യേകിച്ച് കൂരാട് റോഡ് അങ്ങനെ ആയതിൻ്റെ ശേഷം ഭയങ്കര പേടിയായിരിക്കണം. അപ്പം അതേപോലെ ഞങ്ങളെ വീടിനൊരു പ്രൊട്ടക്റ്റ് ഇല്ല എന്നൊരു തോന്നൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അറിയിച്ചിരുന്നു എല്ലാവരും. കൊച്ചി വരെ ഞാൻ പോയതാണ്, എറണാകുളം വരെ ഞാൻ പോയതാണ്. എല്ലായിടത്തും ഞാൻ പറഞ്ഞു. ആരും ഒരു പരാതി ഇതുവരെ അതിനൊരു നടപടിയായിട്ട് വന്നിട്ടില്ല. ഇനി എനിക്കിതിനൊരു നീതി കിട്ടണം. അതെ, അത്തരത്തിൽ കൂരിയാട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ വെള്ളം കുത്തിയൊലിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനൊരു പരിഹാരം വേണം, അതിന് അധികൃതർ കാണണം എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികൾ കൂടി ആവശ്യപ്പെടുന്നത്. ജോം DK-ക്കൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.